സ്റ്റുഡൻസ്, കേരള സർക്കാരിൻ്റെ കീഴിലുള്ള എംപ്ലോയ്മെൻറ്റ് വകുപ്പിൻ്റെ വൊക്കേഷണൽ ഗൈഡൻസ് വിഭാഗം സംസ്ഥാന നൈപുണ്യ വികസന മിഷനായിട്ടുള്ള കേരള അക്കാദമി ഫോർ സ്കിൽസ് എക്സലൻസിൻ്റെ സഹകരണത്തോടെ വിവിധ തലത്തിലുള്ള കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം ലക്ഷ്യമാക്കി തയ്യാറാക്കിയ പ്രസിദ്ധീകരണമാണ് കരിയർ ജാലകം. +2 സയൻസ് കഴിഞ്ഞ കുട്ടികൾക്ക് ഏതെല്ലാം ഉപരിപഠന സാധ്യതകളാണ് ഉള്ളതെന്ന് നമ്മൾ മുമ്പ് 2 വീഡിയോകളിൽ പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ ബാക്കി ഭാഗം നോക്കാം. BA ഇംഗ്ലീഷിനുള്ള അവസരങ്ങൾ. ഇംഗ്ലീഷ് ഭാഷാ സാഹിത്യ പഠനം കഴിഞ്ഞവർക്ക് ഇന്ന് അവസരങ്ങൾ അനേകമാണ്. സ്കൂളുകൾക്കും ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾക്കും പുറമെ ഇപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജുകളിലും ഇംഗ്ലീഷ് പഠിച്ചവർക്ക് അധ്യാപനത്തിനുള്ള അവസരമുണ്ട്. അധ്യാപനമല്ലാതെയും അനേകം തൊഴിലവസരങ്ങൾ ഇന്ന് നിലവിലുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പബ്ലിഷിംഗ് മേഖലയാണ്. മറ്റൊരു പ്രധാന മേഖലയാണ് പത്രപ്രവർത്തന മേഖല. പത്രങ്ങൾ, മാസികകൾ, ചാനലുകൾ തുടങ്ങിയവയിൽ ജോലി നോക്കാം. നന്നായി ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയുന്നവർക്ക് ഉയർന്ന ശമ്പളമാണ് പരസ്യ മേഖല നൽകുന്നത്. പരിഭാഷ, കണ്ടന്റ് ഡെവലപ്പിംഗ്, കോപ്പി എഡിറ്റിംഗ്, കോപ്പി റൈറ്റിംഗ് തുടങ്ങി തൊഴിൽ മേഖലകളും ഇംഗ്ലീഷ് ബിരുദക്കാർക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഏതെങ്കിലും ഒരു തൊഴിൽ അല്ലെങ്കിൽ ജോലിയിൽ എത്തിപ്പെടാനുള്ള ഉപകരണമായിട്ട് ഇംഗ്ലീഷ് ഭാഷ പലപ്പോഴും മാറാറുണ്ട്. ഭാഷ കൈകാര്യം ചെയ്യാനും നന്നായി ആശയവിനിമയം നടത്താനുമുള്ള കഴിവ് പലപ്പോഴും ഒരു ജോലിയിലേക്കുള്ള ചവിട്ടുപടിയാണ്. ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും സഹായിക്കാറുണ്ട്. BA ഹോണേഴ്സ് ഇംഗ്ലീഷ്, ഇത് 3 വർഷത്തേക്കുള്ള പ്രോഗ്രാമാണ്. ഈ കോഴ്സ് ലഭ്യമാകുന്ന സ്ഥലങ്ങളാണ് ദ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി ഹൈദരാബാദ്, തെലങ്കാന; ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി; ജാമിയ മില്ലിയ ഇസ്ലാമിയ; അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി; ഡൽഹി യൂണിവേഴ്സിറ്റി; ഗവൺമെൻറ് കോളേജ് ഫോർ വുമൺ, ട്രിവാൻഡ്രം. എൻട്രൻസ് എക്സാം വഴിയാണ് ദ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റിയിലേക്കും ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലേക്കും ജാമിയ മില്ലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റിയിലേക്കും അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയിലേക്കും പ്രവേശനം ലഭിക്കുക. +2 മാർക്ക് ബേസ് ചെയ്തിട്ടാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്കും ഗവൺമെൻറ് കോളേജ് ഓഫ് വുമൺ, ട്രിവാൻഡ്രം എന്നിവിടങ്ങളിൽ അഡ്മിഷൻ ലഭിക്കുന്നത്. റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ന്യൂഡൽഹി NCERT, റീജിയണൽ സെൻറ്റർ അജ്മീർ, ഭോപ്പാൽ, ഭുവനേശ്വർ, മൈസൂർ, ഷില്ലോങ്. ഇവിടെ നടത്തുന്ന കോഴ്സുകൾ BSc B.Ed, MSc എഡ്യൂക്കേഷൻ, MSc എഡ്യൂക്കേഷൻ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ഓഫേർഡ് ബൈ RIE മൈസൂർ. www.riemysore.ac.in എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. MSc എഡ്യൂക്കേഷനും സെറ്റിനും +2 അധ്യാപകരാകുന്നതിന് യോഗ്യതയായി കേരള PSC അംഗീകരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയർ +2 മാർക്കിൻ്റെ ബേസിലാണ്. പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സസ് ത്രൂ LBS 4 years ഡിഗ്രീസ് പ്രോഗ്രാംസ് ആണ്. ഇതിൻ്റെ എലിജിബിലിറ്റി HSC PCB ആണ്. BSc നഴ്സിംഗ്, BSc പെർഫ്യൂഷൻ ടെക്നോളജി, ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി, ബാച്ചിലർ ഓഫ് കാർഡിയോ വാസ്കുലർ ടെക്നോളജി, BSc മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, BSc ഒപ്റ്റോമെട്രി, ബാച്ചിലർ ഓഫ് ഓഡിയോളജി, സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി, ബാച്ചിലർ ഓഫ് ഡയാലിസിസ് ടെക്നോളജി. ഇതെല്ലാം തന്നെ ഇതിൻ്റെ അണ്ടറിൽ വരുന്ന കോഴ്സുകളാണ്. പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സസ് ത്രൂ LBS 2 years കോഴ്സസ്, ഡിപ്ലോമ ഇൻ ഫാർമസി DPharm, ഡിപ്ലോമ ഇൻ ഒപ്താൽമിക് അസിസ്റ്റൻറ്റ്, ഡിപ്ലോമ ഇൻ ഡെൻ്റൽ മെക്കാനിക്സ്, ഡിപ്ലോമ ഇൻ ന്യൂറോടെക്നോളജി, ഡിപ്ലോമ ഇൻ ന്യൂറോടെക്നോളജി, ഡിപ്ലോമ ഇൻ എൻഡോസ്കോപ്പിക് ടെക്നോളജി, ഡിപ്ലോമ ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി, ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ, ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ, ഡിപ്ലോമ ഇൻ ഡെൻ്റൽ ഹൈജീനിസ്റ്റ്, ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നോളജി, ഡിപ്ലോമ ഇൻ ഡെൻ്റൽ ഓപ്പറേഷൻ റൂം അസിസ്റ്റൻറ്റ്, ഡിപ്ലോമ ഇൻ റെസ്പിറേറ്ററി ടെക്നോളജി, ഡിപ്ലോമ ഇൻ റേഡിയോളജിക്കൽ ടെക്നോളജി, 3 years ഡിപ്ലോമ പ്രോഗ്രാം. മറ്റ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സസുകളാണ് ബാച്ചിലർ ഓഫ് ഒക്യുപേഷണൽ തെറാപ്പി, ബാച്ചിലർ ഓഫ് സ്പീച്ച് ലാംഗ്വേജ് ഹിയറിംഗ്, BSc ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി, BSc ഒപ്താൽമിക് ടെക്നോളജി, BSc ഹ്യൂമൻ ബയോളജി, BSc റേഡിയോ തെറാപ്പി, BSc മെഡിക്കൽ ടെക്നോളജി എക്സ്റേ, BSc മെഡിക്കൽ സെക്രട്ടേറിയൻ സർവീസ്, BSc പ്രോസ്തെറ്റിക് ആൻഡ് ഓർത്തോട്ടിക് എഞ്ചിനീയറിംഗ്, BSc ഒപ്താൽമിക് ടെക്നിക്സ്, ബാച്ചിലർ ഓഫ് മെൻ്റൽ റീഹാബിലിറ്റേഷൻ, ബാച്ചിലർ ഓഫ് ന്യൂറോപ്പതി ആൻഡ് യോഗിക് സയൻസ്, ബാച്ചിലർ ഓഫ് ന്യൂറോപ്പതി ആൻഡ് യോഗിക് സയൻസ്, BSc ന്യൂക്ലിയർ മെഡിസിൻ, BSc അലൈഡ് ഹെൽത്ത് സർവീസസ്, BSc റേഡിയോഗ്രാഫി, BSc റെസ്പിറേറ്ററി തെറാപ്പി ടെക്നോളജി, BSc ഓപ്പറേഷൻ തിയേറ്റർ, BPharm ആയുർവേദ, BPharm ഒപ്താൽമിക് ടെക്നിക്സ് IGNOU. ഇതൊക്കെ മറ്റ് കോഴ്സുകളാണ്. അതർ പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സസ്, കമ്മ്യൂണിറ്റി ഹെൽത്ത്, റേഡിയോളജിക് അസിസ്റ്റൻറ്റ്,
vascular surgery technology, ECG technology, blood bank technology, hospital aids, transfusion medical technology, general nursing and midwifery, ക്ലിനിക്കൽ ന്യൂറോ ടെക്നോളജി. ഈ കോഴ്സുകളും +2 സയൻസ് കഴിഞ്ഞ കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. ഇനി നമുക്ക് BVOC-നെ കുറിച്ച് നോക്കാം. ബാച്ചിലർ ഓഫ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ. ഇതിൻ്റെ ഡ്യൂറേഷൻ 3 വർഷമാണ്. വിവിധ യൂണിവേഴ്സിറ്റികളിലേക്കാണ് പ്രവേശനം ലഭിക്കുന്നത്. ആനിമേഷൻ ആൻഡ് ഗ്രാഫിക് ഡിസൈൻ, ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ്, സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ, ഓർഗാനിക് അഗ്രികൾച്ചർ, പ്രിൻറ്റിംഗ് ആൻഡ് പബ്ലിക്കേഷൻ, ബിസിനസ് പ്രോസസ് ആൻഡ് ഡാറ്റ അനാലിസിസ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കാണ് ക്യുസാറ്റ് വഴി അഡ്മിഷൻ ലഭിക്കുന്നത്. താഴെ പറയുന്ന കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ, അക്കൗണ്ടൻറ്റ്, ഫുഡ് ടെക്നോളജിസ്റ്റ്, ബ്യൂട്ടീഷ്യൻ, പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് എഞ്ചിനീയർ, വൊക്കേഷണൽ ടീച്ചർ, ബയോകെമിസ്റ്റ്, റിസർച്ച് സയൻറ്റിസ്റ്റ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയർ എന്നീ കരിയർ ഓപ്ഷൻസിലേക്കാണ് ഈ കുട്ടികൾ എത്തിപ്പെടുക. കണക്കൊരു വിഷയമായി +2 സയൻസ് പഠിച്ച വിദ്യാർത്ഥികൾക്ക് ലാറ്ററൽ എൻട്രി വഴി 2ാം വർഷ പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സുകളിലേക്ക് പ്രവേശനം നേടാവുന്നതാണ്. ഇനി നാഷണൽ ഡിഫൻസ് ആണ്. രാഷ്ട്ര സേവനത്തോടൊപ്പം ഉയർന്ന ശമ്പളവും വിരമിച്ചതിന് ശേഷം മാന്യമായ പെൻഷനും നൽകുന്ന ജോലിയാണ് സേനകൾ വാഗ്ദാനം ചെയ്യുന്നത്. നല്ല മാനസികാരോഗ്യവും ആത്മവിശ്വാസവും കായികക്ഷമതയും അച്ചടക്കവും ഉള്ളവർക്ക് ഒരല്പം തയ്യാറെടുപ്പും മുന്നൊരുക്കവും കൂടി നടത്തിയാൽ നേടിയെടുക്കാവുന്ന ഒന്നാണ് സൈനിക ജോലി. സായുധ സേനയിൽ വിവിധ തസ്തികകളിൽ ധാരാളം ഒഴിവുകൾ ഓരോ 3 മാസം കൂടുന്തോറും റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ഓൺലൈൻ വഴിയാണ് സായുധ സേനയിലേക്ക് അപേക്ഷ ക്ഷണിക്കുക. നാഷണൽ ഡിഫൻസ് അക്കാദമിയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനം. +2-ന് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും പരീക്ഷ എഴുതാൻ പറ്റും. UPSC വർഷത്തിൽ 2 തവണ ഈ പരീക്ഷ നടത്താറുണ്ട്. മാത്സ്, ഫിസിക്സ് വിഷയം എടുത്ത് പഠിച്ചവർക്ക് നേവി, എയർഫോഴ്സ് എന്നിവയിലും ഏത് വിഷയത്തിലും +2 യോഗ്യത ഉള്ളവർക്ക് ആർമിയിലും അപേക്ഷിക്കാം. 16 വയസ്സ് മുതൽ 19 വയസ്സ് വരെയാണ് പ്രായപരിധി. പരിശീലന കാലയളവിൽ ഉയർന്ന സ്റ്റൈപ്പൻഡും പരിശീലനാനന്തരം ലഫ്റ്റനന്റ് റാങ്കിൽ നിയമനവും ലഭിക്കും. എഴുത്തു പരീക്ഷ, ഇന്റലിജൻസ് ടെസ്റ്റ്, അഭിമുഖം എന്നിവയ്ക്ക് തിരഞ്ഞെടുപ്പ് തിരുവനന്തപുരവും കൊച്ചിയും പരീക്ഷാ കേന്ദ്രങ്ങളാണ്. www.upsconline.nic.in, www.upsc.government.in എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ബിടെക് എൻട്രി സ്കീം. കണ്ണൂരിനടുത്ത് ഏഴിമലയിൽ പ്രവർത്തിക്കുന്ന നാവിക അക്കാദമിയിലെ ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ പ്രവേശനം നേടിയാൽ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി നടത്തുന്ന ബിടെക് ബിരുദം സൗജന്യമായി നേടാം. കൂടാതെ നേവൽ ഓഫീസറായി സ്ഥിരം കമ്മീഷൻ ലഭിക്കുകയും ചെയ്യും. ഇതിൻ്റെ പ്രവേശന പരീക്ഷ JEE മെയിൻ ആണ്. ആർമി മെഡിക്കൽ കോർപ്സ് ഓഫീസർ, ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജ് നടത്തുന്ന എൻട്രൻസ് പരീക്ഷയുടെ ആർമി മെഡിക്കൽ കോറിൽ പ്രവേശനം നേടി MBBS പഠനം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് ആർമിയിൽ നേരിട്ട് മെഡിക്കൽ ഓഫീസർമാരായി ജോലി നേടാം. 10+2 ടെക്നിക്കൽ എൻട്രി സ്കീം. മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി എന്നിവയ്ക്ക് മൊത്തം 70% മാർക്കോടെ +2 വിജയിച്ച ആൺകുട്ടികൾക്ക് 5 വർഷത്തെ സൗജന്യ പരിശീലനത്തിന് ശേഷം കരസേനയിൽ എഞ്ചിനീയറായി ലഫ്റ്റനന്റ് റാങ്കോടെ സ്ഥിരം കമ്മീഷണർ ഓഫീസറായിട്ട് സേവനം തുടങ്ങാം. ആദ്യ വർഷം അടിസ്ഥാന മിലിറ്ററി പരിശീലനവും തുടർന്ന് 4 വർഷം എഞ്ചിനീയറിംഗ് ബിരുദമുള്ള സാങ്കേതിക പരിശീലനവുമാണ്. +2 മാർക്കിൻ്റെ മികവ് നോക്കിയാണ് ASB ഇൻ്റർവ്യൂവിന് തിരഞ്ഞെടുക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് www.joinindiaarmy.nic.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. നഴ്സിംഗ് പഠനം ആർമിയിൽ. കരസേനയ്ക്ക് കീഴിൽ ആർമി നഴ്സിംഗ് കോളേജുകളിൽ BSc നഴ്സിംഗിനുള്ള അവസരമുണ്ട്. കാലാവധി 4 വർഷം അല്ലെങ്കിൽ GNM ചെയ്യാം. കാലാവധി 3.5 വർഷം. പെൺകുട്ടികൾക്ക് മാത്രമാണ് പ്രവേശനം. പൊതുപരീക്ഷയിലൂടെയാണ് തിരഞ്ഞെടുപ്പ്. കോഴ്സ് പൂർത്തിയാക്കിയാൽ മിലിറ്ററി നഴ്സിംഗ് സർവീസിൽ നിയമനം ലഭിക്കും. +2 സയൻസ് 50% മാർക്കോടെ ആദ്യ അവസരത്തിൽ ജയിച്ചിരിക്കണം. ഒക്ടോബർ, നവംബർ മാസത്തിലാണ് വിജ്ഞാപനം പുറപ്പെടുവിക്കാറ്. www.joinindianarmy.nic.in എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. മറ്റ് റാങ്കുകൾ: ജനറൽ ഡ്യൂട്ടി ആൻഡ് GD സോൾജിയർ, സോൾജിയർ ക്ലർക്ക്, സോൾജിയർ നഴ്സിംഗ് അസിസ്റ്റൻറ്റ്. 17 മുതൽ 21 വയസ്സ് വരെയാണ് ഇതിൻ്റെ പ്രായപരിധി. SLC 45% മാർക്ക് അല്ലെങ്കിൽ +2. 166 സെൻറ്റിമീറ്റർ ഉയരവും 50 കിലോ തൂക്കവും 77 to 82 സെൻറ്റിമീറ്റർ നെഞ്ചളവുമുള്ള ആരോഗ്യവാന്മാരായ ആൺകുട്ടികൾ തിരഞ്ഞെടുക്കപ്പെടാം. നാവികസേനയിൽ സെയിലർ. +2 സയൻസ് വിഷയത്തിൽ 60% മാർക്ക് നേടി വിജയിച്ച അവിവാഹിതരായ ആൺകുട്ടികൾക്ക് മികച്ച അവസരമാണ് നാവികസേനയിൽ സെയിലർ തസ്തികയിലുള്ളത്. നാവികസേനയിൽ എൻട്രി ലെവൽ
തസ്തികയിലൊന്നാണ് സെയിലർ. സെയിലർ വിഭാഗത്തിൽ വിവിധ സർവീസുകളാണുള്ളത്. ആർട്ടിഫൈസർ അപ്രൻറ്റീസ്, പ്രായം 17 to 20, യോഗ്യത ഫിസിക്സോ മാത്തമാറ്റിക്സോ ഒരു വിഷയമായി പഠിച്ച് 60% മാർക്കോടെയുള്ള +2. സീനിയർ സെക്കൻഡറി റിക്രൂട്ട്, പ്രായം 17 to 22 വയസ്സ്, യോഗ്യത ഫിസിക്സ് മാത്സ് എന്നിവയ്ക്കൊപ്പം കെമിസ്ട്രി ബയോളജി കമ്പ്യൂട്ടർ സയൻസ് എന്നിവയിൽ ഏതെങ്കിലും ഒരു വിഷയം കൂടി പഠിച്ചുകൊണ്ടുള്ള അംഗീകൃത +2 വിജയം. ഈ വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കുന്നതിന് എല്ലാ വർഷവും ഡിസംബർ, ജനുവരി, ജൂൺ, ജൂലൈ മാസങ്ങളിൽ വിജ്ഞാപനം ഉണ്ടാകുന്നതാണ്. നാഷണൽ ഡിഫൻസ് അക്കാദമി ആൻഡ് നേവൽ അക്കാദമി എക്സാമിനേഷൻ, അഡ്മിഷൻ ടു ആർമി ആൻഡ് എയർഫോഴ്സ് വിങ്സ് ഓഫ് NDA BTech കോഴ്സ് ഫോർ ദ ഇന്ത്യൻ നേവൽ അക്കാദമി കോഴ്സ്. ഇതിൻ്റെ എലിജിബിലിറ്റി ഹയർ സെക്കൻഡറി പാസ്സാണ്. കൂടുതൽ വിവരങ്ങൾക്ക് www.upsconline.nic.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. ഏഴിമല നേവൽ അക്കാദമി BTech കോഴ്സ്, ഇതിൻ്റെ എലിജിബിലിറ്റി +2 പാസ്സാണ്. JEE മെയിൻ്റെ റിസൾട്ടും പരിഗണിക്കുന്നതാണ്. ഇനി മെർച്ചൻ്റ് നേവിയെക്കുറിച്ചാണ്. ട്രെയിനിഷിപ്പ് ചാണക്യ, നേവി മുംബൈ ആൻഡ് മറൈൻ എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കൊൽക്കത്ത ആർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ മറൈൻ എഡ്യൂക്കേഷൻ. TS ചാണക്യ conducts 3-year course leading to BSc degree in nautical science. General degree courses BSc, BA, BCA, BSc mathematics, chemistry, physics, zoology, botany, geography, biochemistry, computer science, electronics, environmental science, BA literature, etc. in various universities and institutions. ഇനി നിയമത്തിൻ്റെ മേഖലയിൽ എന്തെല്ലാം അവസരങ്ങളാണുള്ളതെന്ന് നോക്കാം. സമൂഹത്തിലേറെ ബഹുമാനിക്കപ്പെടുന്നതും നല്ല സ്വാധീനമുള്ളതുമായ തൊഴിലാണ് അഭിഭാഷക വൃത്തി. ജൂനിയർ അഭിഭാഷകർ തൊട്ട് സുപ്രീം കോടതി ജഡ്ജി വരെ നീളുന്നതാണ് നിയമപഠനത്തിലെ സാധ്യതകൾ. BSc LLB, ബാച്ചിലർ ഓഫ് സയൻസ് ആൻഡ് ബാച്ചിലർ ഓഫ് ലോ, 5 വർഷത്തെ കോഴ്സാണ്. +2 ആണ് യോഗ്യത. BA LLB, ബാച്ചിലർ ഓഫ് ആർട്സ് ആൻഡ് ബാച്ചിലർ ഓഫ് ലോ. BCom LLB, ബാച്ചിലർ ഓഫ് കൊമേഴ്സ് ആൻഡ് ബാച്ചിലർ ഓഫ് ലോ. BBA LLB, ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, ബാച്ചിലർ ഓഫ് ലോ. BSc LLB, ബാച്ചിലർ ഓഫ് ലീഗൽ സയൻസ് ആൻഡ് ബാച്ചിലർ ഓഫ് ലോ. BSW LLB, ബാച്ചിലർ ഓഫ് സോഷ്യൽ വർക്ക് ആൻഡ് ബാച്ചിലർ ഓഫ് ലോ. ഇൻ്റഗ്രേറ്റഡ് LLB, ഗവൺമെൻറ് സെൽഫ് ഫൈനാൻസിങ് ലോ കോളേജസ് ഇൻ കേരള. ഇതെല്ലാം തന്നെ 5 വർഷത്തെ കോഴ്സാണ്. ഇതിനെല്ലാം തന്നെ +2 ആണ് യോഗ്യത. ഇൻ്റഗ്രേറ്റഡ് LLB 5 വർഷത്തെ കോഴ്സാണ്. ഗവൺമെൻറ് നടത്തുന്ന LLB എൻട്രൻസ് വഴിയാണ് അഡ്മിഷൻ ലഭിക്കുന്നത്. BBA LLB, സ്കൂൾ ഓഫ് ഇന്ത്യൻ ലീഗൽ തോട്ട്, കോട്ടയം, 6 വർഷത്തെ കോഴ്സാണ്. സിൽട്ട് എൻട്രൻസ് വഴിയാണ് അഡ്മിഷൻ ലഭിക്കുന്നത്. BTech LLB, ബാച്ചിലർ ഓഫ് ടെക്നോളജി ആൻഡ് ബാച്ചിലർ ഓഫ് ലോ, 6 വർഷത്തെ കോഴ്സാണ്. സയൻസ് അഥവാ ഹയർ സെക്കൻഡറി സയൻസ് മാർക്ക് പ്രകാരമാണ് അഡ്മിഷൻ ലഭിക്കുന്നത്. കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ് കൊച്ചിയിലെ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസ് ഉൾപ്പെടെ 21 ദേശീയ നിയമ സർവകലാശാലയിലേക്ക് ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള പൊതുപ്രവേശന പരീക്ഷയാണ് CLAT. 5 വത്സര ഇൻ്റഗ്രേറ്റഡ് BA, BSc, BCom, BSW, LLB കോഴ്സുകളുണ്ട്. 5 വത്സര കോഴ്സുകളിലേക്ക് +2 45% കുറയാത്ത മാർക്കുള്ളവർക്ക് അപേക്ഷിക്കാം. കോഴിക്കോട്, കൊച്ചി, തിരുവനന്തപുരം എന്നിവിടങ്ങളിലെ പരീക്ഷാ കേന്ദ്രങ്ങളാണ്. www.CLAT-consortium-of-NLU.ac.in എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. പ്രധാനപ്പെട്ട ലോ എൻട്രൻസ് എക്സാമിനേഷൻസ് ആണ് CLAT, അതായത് കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ്. ദെൻ LSAT, ലോ സ്കൂൾ അഡ്മിഷൻ ടെസ്റ്റ്. ALET, ഓൾ ഇന്ത്യ ലോ എൻട്രൻസ് ടെസ്റ്റ്. LET, ലോഡ് എൻട്രൻസ് ടെസ്റ്റ്. സെറ്റ്, സിംസ് യൂണിവേഴ്സിറ്റി പൂനെ. MHCET, ലോ സ്കൂൾസ് ഇൻ മഹാരാഷ്ട്ര. CUET, ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ. MSU, MS യൂണിവേഴ്സിറ്റി ബറോഡ. ULSAT, UPES ഡെറാഡൂൺ. CET-IP, ഗുരു ഗോവിന്ദ് സിംഗ് ഇന്ദ്രപ്രസ്ഥ യൂണിവേഴ്സിറ്റി ഡൽഹി. ഇത്രയും എൻട്രൻസ് ടെസ്റ്റുകളാണ് LLB പ്രവേശനത്തിന് വേണ്ടി ഉള്ളത്. ഇനി ഒക്ടോറിയൽ കോമൺ ടെസ്റ്റ്, ഒക്ടോറിയൽ കോമൺ എൻട്രൻസ് ടെസ്റ്റ് സമ്പദ് വ്യവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ജനങ്ങളുടെ ആരോഗ്യ നിലവാരം, ചികിത്സാ സൗകര്യങ്ങൾ തുടങ്ങി നിരവധി ഘടകങ്ങൾ ഇൻഷുറൻസ് മേഖലയിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തും. ഈ മാറ്റങ്ങൾക്ക് അനുസൃതമായ പോളിസികൾ വികസിപ്പിച്ചെടുക്കുന്നവരാണ് ആക്ച്വറികൾ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആക്ച്വറീസ് ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ആക്ച്വറികൾ പ്രവർത്തിക്കുന്നത്. അമിറ്റി സ്കൂൾ ഓഫ് ആക്ച്വറി സയൻസ്, നോയിഡ. ബിഷപ്പ് ഹെബർ കോളേജ്,
തിരുച്ചിറപ്പള്ളി. ഇതാണ് പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇനി DED, ഡിപ്ലോമ ഇൻ എഡ്യൂക്കേഷൻ. LP UP സ്കൂൾ അധ്യാപകരാകാൻ ആവശ്യമായ യോഗ്യതയാണിത്. കാലാവധി 2 വർഷം, 50% മാർക്കോടെ +2 തതുല്യം. പ്രായം 17-നും 33-നും ഇടയിൽ ഉള്ളവർക്കാണ് അപേക്ഷിക്കാവുന്നത്. ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ സെൻട്രൽ ഗവൺമെൻറ് സർവീസസ് ആഫ്റ്റർ +2. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ, കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാം, ലോവർ ഡിവിഷൻ ക്ലർക്ക്, JRS സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, സോർട്ടിംഗ് അസിസ്റ്റൻറ്റ്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നിവിടങ്ങളിലാണ് അവസരം ലഭിക്കുന്നത്. എന്നീ എക്സാമുകളും +2 സയൻസ് കഴിഞ്ഞ കുട്ടികൾക്ക് എഴുതാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് www.ssckr.kar.nic.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. പ്രധാന കേന്ദ്ര ഗവൺമെൻറ് സ്കോളർഷിപ്പുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കിഷോർ വൈജ്ഞാനിക് പ്രോത്സാഹൻ യോജന. ശാസ്ത്ര സാങ്കേതിക വകുപ്പ് അടിസ്ഥാന ശാസ്ത്ര വിഷയങ്ങളിലും എഞ്ചിനീയറിംഗ്, മെഡിസിൻ തുടങ്ങിയ മേഖലകളിലും ഉപരിപഠനം നടത്തുന്ന സമർത്ഥരായ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഫെലോഷിപ്പുകളാണ് KVPI. ബിരുദ ഇൻ്റഗ്രേറ്റഡ് ബിരുദ പ്രോഗ്രാമിൻ്റെ ആദ്യ 3 വർഷം മാസം 5000 രൂപ നിരക്കിലാണ് ഫെലോഷിപ്പ്. കണ്ടിജൻസി ഗ്രാൻഡ് വർഷം 20,000 രൂപ. MSc ഇൻ്റഗ്രേറ്റഡ് മാസ്റ്റേഴ്സ് 4-5 വർഷങ്ങളിൽ മാസ ഫെലോഷിപ്പ് 7000 രൂപയായി വർദ്ധിക്കും. പ്രതിവർഷ കണ്ടിജൻസി ഗ്രാൻഡ് 28,000 രൂപയാവും. സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ് ഫോർ കോളേജ് ആൻഡ് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ്. +2-ന് മികച്ച വിജയം നേടിയ 8 ലക്ഷത്തിൽ താഴെ വാർഷിക വരുമാനമുള്ള അംഗീകൃത സ്ഥാപന വിവിധ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാനവ വിഭവശേഷി വകുപ്പ് നൽകുന്ന പ്രതിവർഷം 10,000 രൂപ ലഭിക്കുന്ന സ്കോളർഷിപ്പാണിത്. പഞ്ചവത്സര ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകൾക്ക് 4-ാം വർഷം മുതൽ 20,000 രൂപ ലഭിക്കും. www.scholarship.government.in എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. മെറിറ്റ് കം മീൻസ് ബേസ്ഡ് സ്കോളർഷിപ്പ് ഫോർ സ്റ്റുഡൻസ് ബിലോങ്ങിംഗ് ടു മൈനോറിറ്റി കമ്മ്യൂണിറ്റി. കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട അർഹരായ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സ്കോളർഷിപ്പാണിത്. യോഗ്യത പരീക്ഷയ്ക്ക് 50% മാർക്കുണ്ടായിരിക്കണം. കുടുംബ വാർഷിക വരുമാനം 2.5 ലക്ഷം രൂപയിൽ കൂടുതലാവരുത്. മുഴുവൻ കോഴ്സ് ഫീസും മെയിൻ്റനൻസ് അലവൻസും ഉൾപ്പെടുന്നതാണ് സ്കോളർഷിപ്പ്. www.minorityAffairs.government.in എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ് സ്കീം ഓഫ് ടോപ്പ് ക്ലാസ് എഡ്യൂക്കേഷൻ ഫോർ SC സ്റ്റുഡൻസ്. കേന്ദ്ര സാമൂഹ്യക്ഷേമ വകുപ്പ് പട്ടികജാതി വിഭാഗങ്ങൾക്ക് നൽകുന്ന സ്കോളർഷിപ്പാണിത്. +2-ന് ശേഷം ഇന്ത്യയിലെ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസത്തിനായി പ്രവേശനം നേടിയ കോഴ്സ് തീരും വരെ അവരുടെ പഠന ചെലവിൻ്റെ സിംഹഭാഗവും നൽകുന്ന സ്കോളർഷിപ്പാണിത്. വരുമാന പരിധി 6 ലക്ഷമാണ്. www.scholarship.government.in എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. പ്രധാനപ്പെട്ട സംസ്ഥാന സ്കോളർഷിപ്പുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സുവർണ ജൂബിലി മെറിറ്റ് സ്കോളർഷിപ്പ്. BPL കുടുംബത്തിൽ നിന്നുള്ള യോഗ്യതാ പരീക്ഷയിൽ 50% മാർക്ക് നേടിയ ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകൾ പഠിക്കുന്ന 1-ാം വർഷ വിദ്യാർത്ഥികൾക്ക് പ്രതിവർഷം 10,000 രൂപ ലഭിക്കുന്ന സ്കോളർഷിപ്പാണിത്. CH മുഹമ്മദ് കോയ സ്കോളർഷിപ്പ്. മുസ്ലിം, ലാറ്റിൻ, കാത്തലിക്, പരിവർത്തിത ക്രിസ്ത്യാനി വിഭാഗത്തിൽപ്പെടുന്ന 4 ലക്ഷം രൂപയിൽ കവിയാത്ത വാർഷിക വരുമാനമുള്ള യോഗ്യതാ പരീക്ഷയ്ക്ക് 50% മാർക്ക് നേടിയ ഗവൺമെൻറ് എയ്ഡഡ് സ്വാശ്രയ കോളേജുകളിൽ 1-ാം വർഷ ബിരുദ പ്രൊഫഷണൽ കോഴ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന സ്കോളർഷിപ്പാണിത്. പ്രതിവർഷം 5,000 മുതൽ 13,000 വരെ സ്കോളർഷിപ്പ് ലഭിക്കും. പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് ഫോർ മൈനോറിറ്റീസ്. ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന കുടുംബ വാർഷിക വരുമാനം 2 ലക്ഷം രൂപയിൽ കവിയാത്ത യോഗ്യതാ പരീക്ഷയിൽ 50% മാർക്ക് നേടിയ 1-ാം വർഷ ബിരുദ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന സ്കോളർഷിപ്പാണിത്. അഡ്മിഷൻ ഫീസും കോഴ്സ് ട്യൂഷൻ ഫീസും മെയിൻ്റനൻസ് അലവൻസുമാണ് സ്കോളർഷിപ്പായിട്ട് ലഭിക്കുന്നത്. www.kshec.kerala.government.in എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. പിന്നോക്ക വികസന കോർപ്പറേഷൻ സ്കോളർഷിപ്പ്. +2 പരീക്ഷയ്ക്ക് എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ വിദ്യാഭ്യാസ പ്രോത്സാഹന പദ്ധതിയുടെ ഭാഗമായി സ്കോളർഷിപ്പ് നൽകുന്നു. ഒറ്റത്തവണയായി 5,000 രൂപയാണ് സ്കോളർഷിപ്പ്. അപേക്ഷകരുടെ കുടുംബ വാർഷിക വരുമാനം 1,20,000 രൂപയിൽ കവിയാൻ പാടില്ല. കൂടുതൽ വിവരങ്ങൾക്ക് www.ksbcdc.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. ഇനി KPCR എഡ്യൂക്കേഷൻ അസിസ്റ്റൻറ്റ് ടു സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ്. കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ കവിയാത്ത SC/BC വിഭാഗത്തിൽപ്പെട്ട ഗവൺമെൻറ് എയ്ഡഡ് സ്ഥാപനത്തിൽ ബിരുദാനന്തര പ്രൊഫഷണൽ കോഴ്സിന് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്ന കോഴ്സിൻ്റെ മാൻഡേറ്ററി ഫീസ് നൽകുന്ന സംവിധാനമാണിത്. ഭിന്നശേഷി വിഭാഗക്കാർക്കും ജവാന്മാരുടെ ആശ്രിതർക്ക് തുടങ്ങിയ പ്രത്യേക വിഭാഗക്കാർക്ക് ലഭിക്കുന്ന സ്കോളർഷിപ്പുകളുടെ വിവരങ്ങൾ കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഇനി മറ്റ് സ്കോളർഷിപ്പുകൾ
LIC ഗോൾഡൻ ജൂബിലി സ്കോളർഷിപ്പ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന +2 പരീക്ഷ 60% മാർക്കോടെ വിജയിച്ച കുടുംബ വരുമാനം 1 ലക്ഷം രൂപയിൽ കവിയാത്ത വിദ്യാർത്ഥികൾക്ക് ബിരുദ പ്രൊഫഷണൽ ഇൻ്റഗ്രേറ്റഡ് ഡിപ്ലോമ തുല്യ കോഴ്സുകൾക്ക് നൽകുന്ന പ്രതിവർഷം 10,000 രൂപ ലഭിക്കുന്ന സ്കോളർഷിപ്പാണിത്. പഠന നിലവാരം കൂടി കണക്കിലെടുത്താണ് സ്കോളർഷിപ്പ് നൽകുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് www.licindia.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. ആദിത്യ ബിർള സ്കോളർഷിപ്പ് ബാംഗ്ലൂർ, കൽക്കട്ട, ഹൈദരാബാദ്, ജോധ്പൂർ, ഗുജറാത്ത് എന്നീ 5 നാഷണൽ ലോ യൂണിവേഴ്സിറ്റികളിൽ പ്രവേശനം നേടിയ CLATയിലെ ആദ്യ 20 റാങ്കുകാർക്ക് അവരുടെ അക്കാദമിക് കരിക്കുലം മികവിൻ്റെയും ഉപന്യാസ രചനയുടെയും ഇൻ്റർവ്യൂവിൻ്റെയും അടിസ്ഥാനമാക്കി പ്രതിവർഷം 1,80,000 രൂപ വരെ ലഭിക്കുന്ന സ്കോളർഷിപ്പാണിത്. ഏറ്റവും മികച്ച 15 വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് ലഭിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് www.adityabirdlascholars.net എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. ഇനി നമുക്ക് ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വൊക്കേഷണൽ ഗൈഡൻസ് വിഭാഗത്തിൻ്റെ നമ്പേഴ്സാണ് ഇതുള്ളത്. അതുപോലെ യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെൻറ്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോയുടെ നമ്പറുകളാണ്. ദെൻ കരിയർ ഡെവലപ്മെൻറ്റ് സെൻറ്റേഴ്സിൻ്റെ നമ്പറുകളാണ്. ഇത് നമുക്ക് ഇവയെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാൻ www.employment.kerala.government.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. +2 സയൻസ് കഴിഞ്ഞ കുട്ടികൾക്കുള്ള വിവിധ ഉപരിപഠന സാധ്യതകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.